ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കടുമാങ്ങ അച്ചാറിട്ടാലോ? ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ അച്ചാറിടാനൊന്നും അത്ര മിടുക്കിയൊന്നുമല്ല. അപ്പം ചുമ്മാ ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷിക്കാം, ഒന്ന് അച്ചാറിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് മാങ്ങായി എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പുരട്ടി വെച്ചിരുന്നു. ഒരു 4-4.5 മണിക്കൂറോളം പുരട്ടി വെച്ചു. പിന്നെ ഒരു ചട്ടി വെച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൺചട്ടിയാണ്, ഞാൻ അച്ചാറൊക്കെ ഇടുന്നത് മൺചട്ടിയിലാണ്. അപ്പം മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ലെണ്ണയാണ് അച്ചാറിടാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ആ എണ്ണ ചൂടായേക്കുന്നതിലേക്ക് കടുക് ഇടുക. ആവശ്യമായ കടുകിട്ട് പൊട്ടണം. അതാണ്ട് അതിൻ്റെ അകത്ത് കിടന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം പട്ടയെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടുന്നുണ്ട് കടുക്. അങ്ങനെ അതിലേക്ക് ഇനി ആവശ്യമായത് ഇടേണ്ടതെന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പം ചില വെളുത്തുള്ളിയൊക്കെ ചെറുതായതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊട്ടിയ നമ്മുടെ കടുകിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ അതിൻ്റെ അകത്തോട്ടേക്ക് കടുക് പൊട്ടിയതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ കടുക് പൊട്ടി കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. എന്തായാലും പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഇട്ടത്. അങ്ങനെ കിടന്ന് നമ്മൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ നമ്മുടെ ആ കടുക് പൊട്ടിയ ടപട്ടേന്ന് പറഞ്ഞിട്ട് പൊട്ടിയ കടുകിലേക്ക് ആ എണ്ണയിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് ഞാൻ അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ കൈയെടുക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കരുത്. പിന്നെ ആവശ്യമായ രീതിയിലുള്ള മീൻസ് നല്ലെണ്ണയും കൂടി നിങ്ങൾ ഒഴിക്കണം. കാരണം ഇച്ചിരി എണ്ണയ്ക്കകത്തൊക്കെ ഇത് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്നുവെച്ചാൽ നല്ലോണം എണ്ണയും വേണം ഇത് വഴണ്ട് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കടുകും എല്ലാം കൂടെ കിടന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗുസ്തി എടുത്തും ഒക്കെ എന്തായാലും ഇവർ തമ്മിൽ നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം. ഇതിൻ്റെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിക്കൊക്കെ ഉള്ളൊരു പച്ചമണം മാറി ഒരു ലൈറ്റ് നിറം ഒന്ന് മാറി വന്നാൽ മതി. ആ ഒരു പച്ചമണം മാറി ആ ഒരു ബ്രൗൺ കളർ, ഒത്തിരി അങ്ങ് കരിയണ്ട, ചെറിയ രീതിയിലൊരു ഇതായിട്ട് കിട്ടിയാൽ മതി നമുക്കിത്. ഇനിയും ഇതിനകത്തേക്ക് നമുക്ക് ഇടേണ്ടത് എന്ന് പറയുന്നത്, എൻ്റെ ചട്ടി ഇതായിട്ട് കണ്ടില്ലേ, എൻ്റെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ കളറ് മാറി. ഞാനങ്ങ് ചട്ടിയുടെ തീ ഓഫ് ചെയ്തു. കാരണം ഓൾറെഡി ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടുമ്പോൾ ചിലപ്പം കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിരുന്നു. അതിൽ ആ ചൂടായതിലേക്ക് ഞാൻ ആവശ്യമായ മുളക് പൊടി, പിന്നെ ഇട്ടത് ഉലുവാപ്പൊടിയാണ്. ഇത്രയും കുറച്ച് മാങ്ങ ഉള്ളതുകൊണ്ട് അത്രയും മുളക് പൊടിയെ ഞാൻ ഇട്ടുള്ളൂ. പിന്നെ ഇട്ടതെന്ന് പറയുന്നത് കായപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ടതെന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ നല്ലോണം ഇതൊന്ന് ആ ചൂടായ ഇതിനകത്തേക്ക് തന്നെ ഇതൊന്ന് നല്ലോണം ഇട്ടൊന്ന് വഴറ്റണം. ഞാൻ നമ്മുടെ അതിനകത്തേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് ഒന്നുകൂടെ ഓൺ ചെയ്തത്. കാരണം പിന്നെയും ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് ഞാൻ ആദ്യമേ ഓഫ് ചെയ്തത്. പക്ഷേ ഞാൻ ഈ അരപ്പൊന്ന് ചൂടാവേണ്ടത് കൊണ്ട് ഞാൻ പിന്നെയും ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തു. നല്ലോണം എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം. അപ്പം ഈ മൂക്കുന്ന സമയത്ത് നമ്മൾ മൂപ്പ് അറിയുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കിങ്ങനെ ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതാണ് നമ്മുടെ ആ പരുവം. എന്നിട്ട് ഞാൻ നമ്മുടെ ആ മാങ്ങ അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങായ്ക്കകത്തുനിന്ന് ഈ 4-4.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടെ ഞാൻ ആ അരപ്പിനകത്തേക്ക് ചേർത്തു. ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ അനുസരണയില്ലാത്ത മാങ്ങകളോടൊക്കെ അതിൻ്റെ അകത്ത് വീണു. പക്ഷേ ബോദർ ചെയ്യേണ്ട, അതും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഈ അരപ്പ് നല്ലോണം ഒന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞ് അതിൻ്റെ മണ്ടയ്ക്ക്, ആ അരപ്പിൻ്റെ മണ്ടയ്ക്ക് എണ്ണ തെളിഞ്ഞ് വരണം. അത്രയും പരുവത്തിൽ നല്ലോണം ഒന്ന് നമ്മുടെ അരപ്പ് മൂക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അരപ്പിൻ്റെ പരിപാടി, ഇത്രയേ ഉള്ളൂ. അതിനകത്തേക്ക് അരപ്പിന് ആവശ്യമായ ഉപ്പൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് അരപ്പിന്, കാരണം ഓൾറെഡി മാങ്ങായ്ക്കകത്ത് നമ്മൾ ആ ഉപ്പ് അരച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അരപ്പിന് വേണ്ട മാത്രം ഉപ്പ് നമ്മൾ ഇതിനകത്തോട്ട്, ഈ അരപ്പിന് കണ്ടില്ലേ, നടുക്കൂടി ഞാൻ പറഞ്ഞില്ലേ എണ്ണ തെളിഞ്ഞ് വരുമെന്ന്. കണ്ടോ, നടുക്കൂടെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ, പുളക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കാണാം. നമുക്ക് ചെയ്യുമ്പം നമുക്കത് മനസ്സിലാവും. നടുക്കൂടെ കണ്ടോ, ഇപ്പോൾ എല്ലായിടത്തു നിന്ന് എണ്ണ ഓരോരുത്തടത്ത് കുമള പോലെ കടകടാന്ന് വരുന്നത് കണ്ടോ. ആ സമയമാകുമ്പോൾ നമ്മുടെ മാങ്ങ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേച്ച് നമ്മുടെ മാങ്ങാ കൂട്ടനെയും കൂടെ ഇതിൻ്റെ അകത്തോട്ടങ്ങ് തട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. ഇനി ഇളക്കുക.
എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മാങ്ങ എല്ലായിടവും മാങ്ങയും അരപ്പും കൂടെ എല്ലാം മിക്സ് ചെയ്ത് നല്ലോണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ കടുമാങ്ങ അച്ചാർ. എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക. ഇത്രയും ഉണ്ട്. എന്തായാലും എൻ്റെ പരീക്ഷണം പരാജയപ്പെട്ടു പോയിട്ടില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രുചിയായിരുന്നു കടുമാങ്ങ. പിന്നെ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, ചെറിയൊരു പോർഷനിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ ഇച്ചിരി കൂടി വലിയൊരു പോർഷനിൽ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറുകയും ചെയ്യും. അപ്പം എന്തായാലും ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അച്ചാറായിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കമൻസ് അറിയിക്കുക. ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് പറയണേ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ശരി, താങ്ക്